ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. എൻ്റെ പേര് രമ്യ സുർജിത്ത്. ഇന്ന് നമുക്ക് നല്ല സദ്യ സ്റ്റൈലിലുള്ള പാവയ്ക്ക കിച്ചടി അഥവാ കൈപ്പയ്ക്ക കിച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സദ്യയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റമാണ് കിച്ചടി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു വെണ്ടയ്ക്ക കിച്ചടി അപ്ലോഡ് ചെയ്തിരുന്നു, കുറേ നാളായി അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ അതേ ഒരു പ്രൊസീജിയറൊക്കെ തന്നെയാണ് നമ്മൾ പാവയ്ക്ക കിച്ചടി ഉണ്ടാക്കുമ്പോഴും ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക കിച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. Welcome to Homemade. ഇതിനായിട്ട് ഞാൻ അരമുറി തേങ്ങയാണ് ചിരകി എടുത്തിരിക്കുന്നത്. ഞാനൊരു മീഡിയം സൈസ് 2 പാവയ്ക്ക വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കണക്കനുസരിച്ചാണ് ഞാൻ ഈ പറയുന്നത്. 2 മീഡിയം സൈസ് പാവയ്ക്കയ്ക്ക് അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കിച്ചടിക്ക് എപ്പോഴും ആവശ്യത്തിന് കടുക് ചേർത്ത് വേണം അരയ്ക്കാനായിട്ട്. കടുക് കുറഞ്ഞു പോയാൽ കിച്ചടിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ കടുകും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് പാവയ്ക്ക വറുക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നാടൻ കറികൾക്ക് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമുക്ക് കിച്ചടിക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കാം. 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയ്ക്കകത്തേക്ക് നമുക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. നല്ല കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ പാവയ്ക്കയാണിത്. 2 മീഡിയം സൈസ് പാവയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല കനം കുറച്ച് അരിയുന്നത്. ഞാനിത് എണ്ണയിലിട്ട് വറുത്ത് കോരുകയല്ല ചെയ്യുന്നത്, ഈ എണ്ണയിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കനം കുറച്ച് അരിയാനായിട്ട് പറഞ്ഞത്. നമ്മൾ അല്പം കനം കൂട്ടിയാണ് അരിയുന്നതെങ്കിൽ കൂടുതൽ എണ്ണ ഒഴിച്ച് നമ്മൾ ഈ പാവയ്ക്ക വറുത്ത് കോരിയെടുക്കണം. ഇതിനകത്തേക്ക് ഞാൻ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ മാറ്റി വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കൂടുതൽ എണ്ണ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എണ്ണ കൂടുതൽ ഒഴിച്ച് ഈ പാവയ്ക്ക വറുത്ത് കോരിയെടുക്കാവുന്നതാണ്. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും എണ്ണ പിന്നെ മിച്ചം വന്ന് അങ്ങനെ പിന്നെ നമ്മളത് റീയൂസ് ചെയ്യാനായിട്ട് വയ്ക്കും. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയാണ് കൂടുതലും ചെയ്യാറുള്ളത്. കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ മാറി മാറി ഇട്ട് നന്നായിട്ടിത് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഇട്ടെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് വറുത്തെടുക്കാനായിട്ട് പറ്റും. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും മാറി മാറിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം പാവയ്ക്കൊന്നും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അധികം നേരം മീഡിയം ഫ്ലെയിമിൽ ഇടേണ്ട കാര്യമില്ല. കൂടുതൽ സമയം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. എണ്ണ ഇനിയും വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം 1-2 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അധികം എണ്ണ ആവശ്യം വരില്ല. നമ്മൾ നന്നായിട്ട് തീ അഡ്ജസ്റ്റ് ചെയ്ത് വറുത്തെടുത്താൽ ഈ പാവയ്ക്ക കിച്ചടിക്ക് എണ്ണ അധികം വേണ്ടി വരില്ല. ഇപ്പം മൂത്ത് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നല്ല ക്രിസ്പിയായി വരുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്നൊരു 1-2 ടീസ്പൂൺ എടുത്ത് മാറ്റുകയാണ്. കാരണം എനിക്കിത് അവസാനം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇത്തിരി പാവയ്ക്ക എടുത്ത് മാറ്റുന്നുണ്ട്. അവസാനം നമ്മൾ കിച്ചടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വേണമെന്നില്ല എന്നുണ്ടെങ്കിൽ മാറ്റേണ്ട കാര്യമില്ല. എനിക്കിപ്പോൾ ഫോട്ടോയൊക്കെ എടുക്കേണ്ടതുകൊണ്ട് ഞാനങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങയും കടുകും കൂടെ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കുക. ഈ ഒരു പരുവത്തിന് അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. നമുക്കൊരല്പം വെള്ളം കൂടെ ചേർത്ത് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ അരപ്പും ചെറുതായിട്ടൊന്ന് പാവയ്ക്കയുടെ കൂടെ ചേർത്ത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അരപ്പിൻ്റെ പച്ചചൊവയൊക്കെ മാറിക്കിട്ടും. പച്ചടിയായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ വെറുതെ ജസ്റ്റ് തേങ്ങ അരച്ച് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ മാത്രം മതി. പക്ഷേ ഇങ്ങനെ നമ്മൾ പാവയ്ക്കയുടെ കൂടെ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുമ്പോഴേക്കും ആ തേങ്ങയുടെ പച്ചക്കുത്തലൊക്കെ മാറി നല്ല പാവയ്ക്കയുടെ ആ ഒരു ടേസ്റ്റ് എല്ലാം നന്നായിട്ട് തേങ്ങയിലേക്ക് ഇറങ്ങിക്കിട്ടും. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം.
നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അധികം ചൂടാക്കണമെന്നില്ല. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരപ്പ് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരപ്പ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഞാൻ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തീ കുറച്ച് വയ്ക്കുക. ഇനി ഇതിനകത്തേക്ക് 1-1.5 കപ്പ്, അത് നിങ്ങളുടെ ഇഷ്ടം, തൈരിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. തൈര് എടുത്തു കഴിഞ്ഞാൽ മിക്സിയിലടിച്ച് ലൂസാക്കുകയൊന്നും ചെയ്യരുത്. ചെറുതായിട്ട് ഒരു ഫോർക്ക് വെച്ച് പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. നല്ല കട്ട തൈര് തന്നെ എടുക്കുന്നതാണ് നല്ലത്. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചൂടാക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തൈരെല്ലായിടവും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി തൈര് ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉപ്പ് നോക്കുക. നമുക്ക് ആദ്യം പാവയ്ക്ക മൂപ്പിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടേ ഉള്ളൂ. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ അതിൻ്റെ പുളിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പോരാത്ത ഉപ്പും കൂടെ ടേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ തൈര് ചേർത്ത് കഴിഞ്ഞാൽ അത് പിന്നെ ചൂടാക്കിയാൽ അത് പിരിഞ്ഞു പോവും. അതുകൊണ്ട് നമുക്കിത് നന്നായിട്ടിനി മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് താളിച്ച് ചേർക്കാം. അതിനുവേണ്ടി ഞാനൊരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ, ഒരു 4-5 ചെറിയ ഉള്ളി അരിഞ്ഞത്, ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും, വട്ടത്തിൽ അരിഞ്ഞത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഉള്ളി ഒന്ന് ചെറിയ തീയിൽ മൂപ്പിക്കുക. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും 2-3 വറ്റൽമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പാവയ്ക്ക കിച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ റെസിപ്പീസുമായി വീണ്ടും കാണാം. താങ്ക് you.